ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്. അതെ, പേഴ്സിന് എന്താണ് ഈ സിനിമയിൽ ഇത്ര ഇമ്പോർട്ടൻറ്റ് എന്നൊക്കെയല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്. എന്തായാലും ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന ആ ഒരു സിനിമ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. ഗൗതം വാസുദേവൻ മേനോൻ മലയാളത്തിലേക്ക് ചുവട് വെച്ചിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു പടം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ മുഴുവനായിട്ട് പറയാൻ പോകുന്നത്. മമ്മൂട്ടി കമ്പനിയാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഈ സിനിമേൻ്റെ ഫസ്റ്റ് തന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സിനിമയ്ക്ക് അധികം പ്രൊമോഷൻസും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഇപ്പം നമ്മൾ കണ്ടുവരുന്ന എല്ലാ സിനിമകൾക്കും കണ്ടുവരുന്ന അത്രത്തോളം ഒരു മാസീവ് പ്രൊമോഷൻ ഒന്നും മമ്മൂട്ടി കമ്പനി ഈ സിനിമയ്ക്ക് കൊടുത്തിട്ടില്ല. അതെന്തുകൊണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് വേണ്ടി വരുന്ന ഓഡിയൻസിലെ അവരെ ഈ സിനിമ തൃപ്തിപ്പെടുത്തും എന്നുള്ള ഒരു വിശ്വാസം കൊണ്ട് തന്നെ ആയിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സിനിമ ഒരു കൊമേഴ്ഷ്യലി ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ കാണുന്ന പോലെ ഒന്നും കാണേണ്ട ഒരു പടമല്ല. അതെന്ന് വെച്ചാൽ ചില സിനിമകൾ ഡിമാൻഡ് ചെയ്യുന്ന ഒരു സാധനമുണ്ട്. അതായത് ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന എന്താണോ ആ ഒരു ബഡ്ജറ്റിൽ ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ സിനിമ ഉടനീളം ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പം ഇപ്പോൾ കൊമേഴ്ഷ്യൽ പടങ്ങൾ വരണ്ടേ എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണെങ്കിലും ഇപ്പോൾ നമ്മൾ പല ലാംഗ്വേജിലെ പടങ്ങൾക്കും കണ്ടിട്ടുണ്ട്. ഒരു സിനിമേൻ്റെ പാട്ടിന് ഇത്ര കോടി രൂപ അങ്ങനെയൊക്കെ കൊടുക്കുന്ന ഇത് കണ്ടിട്ടുണ്ട്. അതൊന്നും ശരിക്കും സിനിമയ്ക്ക് ആപ്റ്റ് അല്ലാത്ത രീതിയിലുള്ള വെറുതെ കൊമേഴ്ഷ്യൽ കുറേ പാട്ടുകൾ മുന്തി തള്ളി കയറ്റി ആ സിനിമയ്ക്ക് വരെ കല്ലുകടിയായിട്ട് പോകുന്ന ഈ കാലത്ത് ഈ സിനിമയിൽ പാട്ടുകളും BGM-ഉം എല്ലാം പ്ലേസ് ചെയ്തിരിക്കുന്ന ഓരോ രീതികളും ഈ സിനിമയ്ക്ക് ചിലവാക്കിയിരിക്കുന്ന ബഡ്ജറ്റും ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്ന രീതിയും എന്നിലെ പ്രേക്ഷകൻ, അതായത് ഇതെൻ്റെ മാത്രം ഒരു അഭിപ്രായമാണ്, എന്നിലെ പ്രേക്ഷകനെ വളരെയധികം തൃപ്തിപ്പെടുത്തി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഓരോരുത്തരുടെ പെർഫോമൻസ് ആയാലും ഗോകുൽ സുരേഷിൻ്റെ പെർഫോമൻസ് ആയാലും മമ്മൂക്കയുടെ പെർഫോമൻസ് ആണെങ്കിലും അടിപൊളിയായിട്ടുണ്ടെന്നുള്ള രീതിയിൽ വെച്ചാൽ സിനിമ ഡിമാൻഡ് ചെയ്യുന്നത്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ സിനിമ എന്ന് വെച്ചാൽ എനിക്ക് ഈ ചെറുപ്പത്തിലെ ഈ ഡിറ്റക്റ്റീവ് നോവലുകളായാലും അങ്ങനത്തെ സംഭവങ്ങളോടൊക്കെ ഭയങ്കര ഒരു ക്രേസ് ഉള്ള സംഭവമാണ്. പക്ഷേ എനിക്ക് അത്രത്തോളം ഒബ്സർവേഷൻ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഞാൻ ഈ സംഭവം ഈ സ്റ്റോറികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വായിക്കാറുള്ള ഒരു സംഭവമാണ്. ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്ന രീതിയുണ്ട്. ഇപ്പം ഒരു നായകൻ അമാനുഷികൻ അല്ലെങ്കിൽ നായകന് ബാക്കിയുള്ളവരെക്കാട്ടും എന്തെങ്കിലും ഒരു വലിയ മാസീവ് സംഭവം ഉണ്ടെങ്കിൽ മാത്രമേ സിനിമ വിജയിക്കുള്ളൂ എന്നുള്ള ചിന്തകളൊക്കെ പലർക്കും ഉണ്ട്. അല്ലെങ്കിൽ കുറേ കൊമേഴ്ഷ്യൽ ആസ്പെക്ട്സ്, ഇപ്പം കുറേ അനാവശ്യമായ മാസുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ആ സിനിമേനെ മോശമാക്കുന്നത്. ഇതിൽ വളരെ റിയലിസ്റ്റിക് ആയിട്ട് വളരെ നല്ല രീതിയിൽ വളരെ പേസിൽ ഇപ്പം ഇപ്പം ഈ ചില സിനിമകളിലൊന്നും നായകന് തെറ്റുപറ്റുന്ന അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല. പക്ഷെ നായകനും തെറ്റുപറ്റിയേക്കാം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു പോകുന്ന ഒരു സ്റ്റോറി ലൈനും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും എനിക്ക് പടം വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഗോകുൽ സുരേഷിൻ്റെ പെർഫോമൻസ് ആണെങ്കിലും മമ്മൂക്കയുടെ പെർഫോമൻസ് ആണ് ആസ് ഓൾവേസ് മമ്മൂക്ക തന്നെയാണ് ഈ ഒരു സിനിമയിലെ മെയിൻ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറൈസ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ അധികം ഞാൻ സ്പോയിലറിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ സിനിമ കാണാൻ താല്പര്യമുള്ള സിനിമ ഇഷ്ടപ്പെട്ടു പോകുന്ന ആൾക്കാർക്ക് അതൊരു കല്ലുകടി ആയിരിക്കും. ഞാനിപ്പോൾ പറയുന്ന ഈ എക്സ്ട്രാ ഇപ്പോൾ ക്ലൈമാക്സിൽ അങ്ങനൊരു സംഭവമുണ്ട്, ക്ലൈമാക്സിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നൊക്കെ പറയുന്നത് ചിലപ്പം കല്ലുകടി ആയേക്കാം. പിന്നെ സിനിമ കാണുന്നവരോട് സിനിമയുടെ ക്ലൈമാക്സ്, അതായത് ഗൗതം വാസുദേവൻ മേനോൻ എഴുതി കാണിച്ചതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ കൂടി കാണിക്കുന്നുണ്ട്. എൻ്റെ അടുത്തിരുന്ന ചേട്ടന്മാരൊക്കെ ഗൗതം വാസുദേവൻ മേനോൻ സിനിമ എന്ന് എഴുതി കാണിച്ചപ്പോൾ തന്നെ ഇറങ്ങിപ്പോയി. അങ്ങനെ ഇറങ്ങി പോകാണ്ടിരിക്കുക, കുറച്ച് കാര്യങ്ങളും കൂടി അവർ കാണിക്കുന്നുണ്ട്, അതിന് മുന്നേ ഇറങ്ങി പോകാണ്ടിരിക്കുക. അത് സിനിമ കാണുന്നവരോടുള്ള ഒരു അഭിപ്രായമാണ്. പിന്നെ ഫസ്റ്റ് ഹാഫ് ഓക്കെ, നമുക്ക് സിനിമയിലേക്ക് വരാം. സിനിമയിലേക്ക് വരികയാണെങ്കിൽ സിനിമോട്ടോഗ്രഫി ഒക്കെ ആണെങ്കിലും അടിപൊളിയായിട്ടുണ്ട്. BGM ഞാൻ ആസ് ഓൾവേസ് ഇത് എങ്ങനെ എടുക്കുന്ന എനിക്കറിയില്ല. നമ്മൾ ഇന്ന സാധനങ്ങൾക്ക് ഇന്ന BGM അല്ലെങ്കിൽ ഈ ടൈപ്പ് BGM എക്സ്പെക്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന് ചിന്തിക്കുന്നിടത്ത് ഈ സിനിമയിൽ കുറേ സ്ഥലങ്ങളിൽ നമ്മൾ എക്സ്പെക്ട് പോലും ചെയ്യാത്ത രീതിയിലുള്ള BGM ട്യൂൺസ് ചെയ്തു വെച്ചിട്ടുണ്ട്. അടിപൊളിയായിരുന്നു, എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആരാണ് ഇതിൻ്റെ BGM ചെയ്തതെന്ന് എനിക്കറിയില്ല, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തതെന്ന്. പക്ഷേ അടിപൊളിയായിരുന്നു, നല്ല സൂപ്പറായിട്ട് ആ ഒരു സാധനം ചെയ്തു വെച്ചിട്ട് എന്നിലെ പ്രേക്ഷകനാണ് ഇതൊക്കെ ഞാൻ പറയുന്നത് കേട്ടോ. ഇപ്പം വേറൊരാൾ പോയിട്ട് അയാൾക്ക് ആ പടം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ അത് അയാളുടെ ഒപ്പീനിയനായിട്ട് കണക്കാക്കുക. എന്നിലെ പ്രേക്ഷകന് ഈ ഒരു സംഭവം അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട്. ആസ് ഓൾവേസ് സിനിമയുടെ ആ ഒരു തുടക്കവും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ടൈറ്റിൽ കാർഡ് കാണിച്ച ആ ഒരു രീതിയാണെങ്കിലും ഒക്കെ ഒരു 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 രസം, ആ ഒരു സിനിമയുടെ ഒരു രസം. അത് ഞാൻ പറയുന്നത്, അത് കുറേ കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് അമാനുഷികതയും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ പടം സൃഷ്ടിച്ചെടുത്ത് അത് പ്രേക്ഷകനെ രസിച്ചില്ലെങ്കിൽ അത് ഭയങ്കര ബോറിംഗ് ആയിരിക്കും. പക്ഷെ ഇങ്ങനത്തെ ഒരു പടങ്ങൾക്ക് ഒരു സംഭവമുണ്ട്, ഇതിൽ ഓവർ അങ്ങനെ നമുക്ക് ഭയങ്കര ബോറ് ആ ഒരു രീതിയിലേക്ക് നമുക്ക് തോന്നില്ല. ഭയങ്കര ബോറടിച്ച് കാണുന്ന ആ ഒരു രീതിയിലൊന്നും ഈ ഒരു സിനിമ തോന്നില്ല എന്നുള്ള രീതി തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഫസ്റ്റ് ഹാഫും ഇഷ്ടപ്പെട്ടു, സെക്കൻഡ് ഹാഫും ഇഷ്ടപ്പെട്ടു. നല്ല രീതിയിൽ തുടങ്ങി നല്ല രീതിയിൽ എൻഡ് ചെയ്യുന്ന ഒരു സംഭവം. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമകൾക്കൊന്നും അധികം ബഡ്ജറ്റ് ഒന്നും മുടക്കണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല രീതിയിൽ മേക്ക് ചെയ്ത് വെക്കുന്ന നല്ല അടിപൊളി ആർട്ടിസ്റ്റുകളും ഡയറക്ടേഴ്സും കാര്യങ്ങളൊക്കെയാണുള്ളത്. ഇപ്പം ഞാൻ ഈ അടുത്തൊരു ഷോർട്ട് ഫിലിം കണ്ടു, 15 മിനിറ്റ് ആ ഷോർട്ട് ഫിലിം ഉള്ളത്. വാവ് എന്ന് പറഞ്ഞു. ആ ഷോർട്ട് ഫിലിം കണ്ട് എന്താ നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ളൊരു സംഭവം തോന്നിപ്പോവും. അടിപൊളിയായിട്ട് മേക്ക് ചെയ്തിരിക്കുന്ന ഒരു ഷോർട്ട് ഫിലിമും കണ്ടിട്ടുണ്ടായിരുന്നു. സോ അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്, ഇപ്പം ഒരുപാട് കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റ് ഉള്ള പടങ്ങൾ വരണം, എന്നാലേ പാൻ ഇന്ത്യൻ ഹിറ്റും കാര്യങ്ങളൊക്കെ വരുള്ളൂ. പക്ഷേ ഇതേപോലുള്ള പടങ്ങളും വരണം. ഇതേപോലുള്ള പടങ്ങൾ വരുമ്പോൾ ഇതേപോലെ പടങ്ങൾ നമ്മൾ തിയേറ്ററിൽ പോകുമ്പോൾ യെസ്
നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് റിലേറ്റ് ചെയ്യാൻ നമുക്കിപ്പോൾ നെസ്ലിൻ്റെ പ്രേമലു എടുക്കുകയാണെങ്കിൽ പ്രേമലുവിൽ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ സിനിമ അല്ലെങ്കിൽ ആ ക്യാരക്ടർ പലരെയും റിലേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു. ഇപ്പോൾ നമ്മൾ കണ്ടതാണെങ്കിലും അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിൽ ഒരു റിലേറ്റബിൾ കണ്ടന്റ് വരുമ്പം ആ സിനിമ ഭയങ്കരമായിട്ട് വിജയിക്കുന്നുണ്ട്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം അതായത് റിയാലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് എല്ലാവരും ഇറങ്ങി ചെല്ലുന്ന പോലെ ഇപ്പം സൂപ്പർ പവറുള്ള സിനിമകളും കാര്യങ്ങളൊക്കെ വൻ വിജയമാവുന്നില്ല. പിന്നെ നീ എന്തിനാണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് സൂപ്പർ പവറുള്ള പടങ്ങളും കാര്യങ്ങളൊക്കെ വേണം, എല്ലാം വേണം. പക്ഷേ ഇതേപോലുള്ള പടങ്ങളും കാര്യങ്ങളൊക്കെ വേണം എന്നുള്ള രീതിയിൽ തന്നെയാണ് അതെ ഈ സിനിമ. അതായത് ഡൊമിനിക് എങ്ങനെയാണോ, അതായത് ഡൊമിനിക് എന്ന് പറയുന്നതാണ് മമ്മൂക്ക അവതരിപ്പിച്ച ആ ഒരു ക്യാരക്ടറിൻ്റെ പേര്. ഡൊമിനിക് എങ്ങനെയാണോ അതേപോലെയാണ് ഈ സിനിമയുടെ മൊത്തത്തിലുള്ള ആ ഒരു ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ രീതിയിൽ തന്നെയാണ് ഈ സിനിമ മേക്ക് ചെയ്തിട്ട് പോയിട്ടുള്ളത്. പിന്നെ ഞാൻ കൂടുതൽ ആ സിനിമയുടെ ഡീറ്റെയിലിങ്ങിലേക്ക് പോയത് എനിക്ക് കുറേ കാര്യങ്ങൾ പറയണമെന്നുണ്ട്. ഇപ്പോൾ ക്ലൈമാക്സിൽ ഇങ്ങനെയായിരുന്നു, ഇൻ്റർവെൽ പഞ്ച് ഇങ്ങനെയായിരുന്നു, ഇതാണെന്നൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ കാണാൻ പോകുന്ന പ്രേക്ഷകരോട് ചെയ്യുന്ന ചതിയായിരിക്കും. അതുകൊണ്ട് മാത്രം ഞാൻ ഈ ഒരു സംഭവങ്ങൾ കൂടുതൽ അത് ഉൾപ്പെടുത്താണ്ട് ഇത് പറഞ്ഞു പോകുന്നത്. ആസ് ഓൾവേസ് മമ്മൂട്ടി കമ്പനി വീണ്ടും ഞെട്ടിച്ചിരിക്കുകയാണ്. സിനിമ എക്സ്പെക്ട് ചെയ്യുന്ന ഓഡിയൻസിലേക്ക് തന്നെ ഈ സിനിമ എത്തിപ്പെടട്ടെ. അവർക്ക് ഈ സിനിമ ഇഷ്ടപ്പെടുന്നു തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. CI ഡൊമിനിക് എന്തായാലും എനിക്ക് അടിപൊളിയായിട്ട് തോന്നി. പിന്നെ ഈ സിനിമയുടെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പല സിനിമകളും ഇപ്പോൾ വരുന്ന പല സിനിമകളുടെയും ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സിനിമകളും സെക്കൻഡ് പാർട്ടിന് വേണ്ടി ലീഡ് ഇങ്ങനെ ഇട്ട് വെച്ച് അല്ലെങ്കിൽ അങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് പല സിനിമകളുടെയും ക്ലൈമാക്സ് എൻഡ് ചെയ്യുന്നത്. ഇങ്ങനത്തെ സിനിമകളുടെ ഇപ്പം ഒരു ഡിറ്റക്റ്റീവ് സിനിമകൾ, CBI സിനിമകൾ, അങ്ങനത്തെ സംഭവങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു ടൈലൻറ്റ് ഇട്ട് വെക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. ഒരു ക്യാരക്ടറാണ് അവിടെ ബിൽഡ് ആവുന്നത്. ഇപ്പോൾ CI ഡൊമിനിക് അല്ലെങ്കിൽ CBI സേതുരാം അയ്യർ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ക്യാരക്ടർ അവിടെ ഡെവലപ്പായി. ഇതിന് വേണമെങ്കിൽ സെക്കൻഡ് പാർട്ട് ഓക്കെ, ഡൊമിനിക്കിന് വേറൊരു കേസ്, അങ്ങനെയുള്ള രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഈ ടോപ്പിക്കുകളാണ് ഈ ഡിറ്റക്റ്റീവ്, പോലീസ് കേസ് അന്വേഷണം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം CI ഡൊമിനിക് വീണ്ടും വരും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനും കാര്യങ്ങളൊക്കെ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. എന്തായാലും GVM അതായത് ഗൗതം വാസുദേവ് മേനോൻ അടിപൊളിയായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ ഷെഡ്യൂളും വളരെ കുറച്ച് ടൈം കൊണ്ട് ഷെഡ്യൂൾ ചെയ്ത സിനിമയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അറിയില്ല കുറേ ടൈം എടുത്തു തോന്നുന്നു, പക്ഷേ വളരെ ലിമിറ്റഡ്, വളരെ ഇതായി 152 മിനിറ്റാണ് സിനിമയുടെ ദൈർഘ്യം എന്ന് പറയുന്നത്. ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ എൻഡ് ചെയ്തു, സെക്കൻഡ് ഹാഫ് അതേപോലെ തന്നെ തുടങ്ങി, സിനിമ എൻഡ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ്. സോ ആസ് ഓൾവേസ് ആ പേര് സൂചിപ്പിക്കുന്ന പോലെ പേഴ്സിന് വളരെ ഇമ്പോർട്ടൻറ്റ് റോളുണ്ട്. ഒരു കേസ്, ഇന്ന ആളെ, ഒരു മിസ്സിങ് കേസ്, നമ്മൾ ട്രെയിലറിൽ കണ്ട പോലെ തന്നെ ഒരു മിസ്സിങ് കേസിലൂടെ എങ്ങനെ പോകുന്ന ഡൊമിനിക് അതിൽ എങ്ങനെ ഇൻവോൾവ് ആവുന്നു എന്നൊക്കെയുള്ള രീതിയിലുള്ള വളരെ രീതിയിൽ എൻഡ് ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണ്. ഗോകുൽ സുരേഷിൻ്റെ പെർഫോമൻസും കുഴപ്പമില്ലായിരുന്നു, നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു. അതായത് എല്ലാം പാകത്തിന് ചേർത്ത ഒരു വിഭവം എന്നൊക്കെ പറയുന്നില്ലേ, അതേപോലെയാണ് എനിക്ക് സിനിമ ഫീൽ ചെയ്തിട്ടുള്ളത്. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തു. ഓരോരുത്തരുടെ അഭിപ്രായത്തെയും റെസ്പെക്ട് ചെയ്യുന്നു. ചിലർക്ക് പടം ഇഷ്ടപ്പെട്ടുണ്ടാവില്ല, ചിലർക്ക് പടം വളരെ ഇഷ്ടപ്പെട്ടുണ്ടാവും. സോ ഒബ്വിയസ്ലി നമ്മൾ റെസ്പെക്ട് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെപ്പോലെ ചിന്തിക്കുന്ന ആളായിരിക്കില്ല നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ ചിന്തിക്കുന്ന ഒരാളായിരിക്കില്ല ഞാൻ, ഉറപ്പായിട്ടും. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഗൈസ്.